നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിറ്റ് കോയിനിലാണ് നമ്മളിനി സിപ്പ് ചെയ്യാൻ പോകുന്നത്, എസ് ഐ പി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ട്രേഡിങ്ങും അല്ലെങ്കിൽ എസ് ഐ പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ട്രേഡിങ് നമ്മൾ ചാർട്ടിന് മുന്നിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അവിടെ നമുക്ക് ലോസ് വരും, പ്രോഫിറ്റ് വരും, ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ എസ് ഐ പി എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ ചെയ്തിട്ടാൽ മതി. നമ്മൾ ബൈ ചെയ്യാനുള്ള ആ ഒരു 10 മിനിറ്റ് സമയം മാത്രം മതി നമുക്കിതിൽ മുടക്കാനായിട്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന കുറച്ച് ക്യാപിറ്റൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ബൈ അറ്റ് ലോ, സെൽ അറ്റ് ഹൈ. ചെറിയ വിലയ്ക്ക് വാങ്ങുക, വലിയ വിലയിൽ വിൽക്കുക. നമുക്ക് ഇപ്പോൾ കണ്ടോ, ഇത് ഞാൻ ബിറ്റ് കോയിൻ്റെ ചാർട്ട് എടുത്തിരിക്കുന്നത് 1 ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കാണുന്ന ഓരോ ക്യാൻഡിൽസും ഓരോ ടൈം ഫ്രെയിം, ഓരോ ദിവസത്തിലെ ബിറ്റ് കോയിൻ്റെ പ്രൈസാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ബിറ്റ് കോയിന് ഏകദേശം ഒരു 107, 351 USD, ഏകദേശം ഒരു 1 CR പ്ലസ് എമൗണ്ടിലേക്ക് ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് കയറിപ്പോയിട്ടുണ്ട്. ഒരു നല്ലൊരു ശതമാനം ആളുകളും ബൈ ചെയ്തൊരു ഏരിയയാണ് ഇവിടെ. ഇവിടെ ബൈ ചെയ്ത് പക്ഷേ വില ഇറങ്ങിപ്പോയി. എന്താണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, ബൈ അറ്റ് ലോ, സെൽ അറ്റ് ഹൈ. ചെറിയ വിലയിൽ വാങ്ങി വലിയ വിലയ്ക്ക് വിൽക്കുക. ഈ ചെറിയ വിലയിൽ എങ്ങനെയാണ് ബൈ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി ശരിയാകാത്തതുകൊണ്ടാണ് അവർ വലിയ വിലയിൽ പോയി ബൈ ചെയ്തിട്ട് ഇപ്പോൾ ട്രാപ്പായിരിക്കുന്നത്. ഈ മെത്തേഡെന്ന് പറയുന്നത് ഒരിക്കലും, അതായത് ഹൈയിൽ ബൈ ചെയ്ത് ലോയിൽ സെല്ല് ചെയ്യുക എന്ന് പറയുന്ന മെത്തേഡ് ഒരിക്കലും പോസിബിൾ അല്ല. നമുക്ക് ലോസാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പം ഈ ഒരു ഹൈയിൽ ബൈ ചെയ്യുന്നു ചോദിച്ചോ, ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാലും പ്രൈസ് ഇവിടെ ഇറങ്ങി വന്ന ഈ ഒരു കയറ്റം കയറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാനായിട്ട് പറ്റുള്ളൂ. കാരണം പ്രൈസ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം. അത് എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും ഇനി പ്രൈസ് ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് പോവുക. അതേസമയം നിങ്ങൾ ഇവിടെ ബൈ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്. മനസ്സിലായോ? ആ മൊമെൻറ്റത്തിൽ തന്നെ നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അതുപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ ലോയിൽ ബൈ ചെയ്യാനായിട്ട് പഠിക്കണം. ഇവിടെ ചാർട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ഡേ ടൈം ഫ്രെയിമിൻ്റെയാണെന്ന് പറഞ്ഞു. ബിറ്റ് കോയിൻ മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ബിറ്റ് കോയിനിൽ മാത്രം എസ് ഐ പി ചെയ്യുന്നതാണ് സേഫ്. മറ്റ് കോയിൻസൊക്കെ എത്ര കാലം ഉണ്ടാവും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ബിറ്റ് കോയിന് എതേറിയം സോളും നമുക്ക് ഒരു 20% ക്യാപിറ്റൽ മാത്രം ഡിപ്ലോയ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു 85% ക്യാപിറ്റൽ നമ്മളെ ബിറ്റ് കോയിനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇവിടെ ട്രേഡിംഗ് വ്യൂ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ട്രേഡിംഗ് വ്യൂ എടുക്കുക, ഇവിടെ വരിക, വാച്ച് ലിസ്റ്റിൽ ബിറ്റ് കോയിൻ ആഡ് ചെയ്യുക. ബിറ്റ് കോയിൻ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ആയിരിക്കും വരുന്നത്. ചാർട്ട് 1 ഡേ ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ബിറ്റ് കോയിൻ്റെ വില നന്നായിട്ട് കുറയുന്നുണ്ട് അല്ലേ? നന്നായിട്ട് കുറഞ്ഞിട്ട് പ്രൈസ് എവിടെ, ഞാനിവിടെ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ 2 ലെവൽസിലാണ് പ്രൈസ് റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു ലെവല്, ഈ ഒരു ലെവല്, ഈ ഒരു റേഞ്ച് എഗെയിൻ ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് വന്നു. നിലവിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രൈസ് ഈ ഒരു 2 ലെവലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് കയറിപ്പോകുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കയറിപ്പോയാൽ നല്ലത്. എന്നാൽ പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്നാൽ അത്രയും സന്തോഷം. എങ്ങനെയാണ്? പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ബിറ്റ് കോയിൻ്റെ പ്രൈസ് കുറയുമോ അത്രത്തോളം സന്തോഷം. ഇവിടെ കണ്ണും പൂട്ടി അങ്ങ് ബൈ ചെയ്യുന്ന ഒരു പരിപാടിയല്ല നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ നേരെ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ 10,000 രൂപ കൊണ്ട് എടുത്തിട്ട് അങ്ങ് ബൈ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഉള്ളതുപോലെ ആഴ്ച ബൈ ചെയ്താൽ മതി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കണ്ട പ്രൈസ് ഈ ഒരു ലെവലിലെത്തി. ഓക്കെ, പ്രൈസ് ഇനി ഒന്ന് കയറും, എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങും. നമ്മൾ ഓരോ ഇറക്കത്തിലും ബൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് എവിടെ വേണമെങ്കിലും ബൈ ചെയ്യാം. പ്രൈസ് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബൈ ചെയ്ത് പ്രൈസിനെ താഴത്തേക്ക് പോകുന്ന അത്രത്തോളം ലെവലിൽ നമുക്ക് ആവറേജ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കണ്ടു, ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ലെവലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ബിറ്റ് കോയിൻ്റെ കാര്യമാണ്, ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് കയറിപ്പോവും. അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ബിറ്റ് കോയിൻ ബൈ ചെയ്യേണ്ടത് രീതികൾ ഞാൻ പറഞ്ഞല്ലേ, ഇതിങ്ങനെയാണ് നമ്മൾ ബിറ്റ് കോയിൻ ബൈ ചെയ്യേണ്ടത്. പ്രൈസ് താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാം നമ്മൾ ബൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അതെല്ലാം നമ്മൾ അക്യുമുലേറ്റ് ചെയ്യും. പ്രൈസ് മേലേക്ക് കയറി പോകാനായിട്ടുള്ള ടെൻഡൻസികൾ കാണിക്കുന്ന ചില സിറ്റുവേഷൻസ് നമുക്ക് ഒന്ന് ചാർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൈസ് മൂവ് ചെയ്യുന്ന ഒരു വേവ് രൂപത്തിലായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക. ഓക്കെ, ഇതുണ്ട്, ഇവിടെ കണ്ട് ഒരു ഹൈ എടുത്തു, എഗെയിൻ ലോ എടുത്തു, ഹൈ ലോ, ഹൈ ലോ, ഹൈ ലോ, ഹൈ എടുത്തു. ഇതൊരു സപ്പോർട്ടീവ് വന്ന് വീണ്ടും പ്രൈസ് ഇവിടെ വന്നു. പ്രൈസിങ് മേലേക്ക് പോകണമെങ്കിൽ പ്രൈസ് ഇത്തരത്തിലായിരിക്കും മൂവ് ചെയ്യുക.
പ്രൈസ് ഇപ്പോൾ താഴത്തേക്ക് പോകാനാണെങ്കിൽ പ്രൈസിൻ്റെ ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് പ്രൈസ് താഴത്തേക്ക് വീണോണ്ടിരിക്കുക, പ്രൈസ് താഴത്തേക്ക് വീണോണ്ടിരിക്കും, പ്രൈസ് ലോ എടുത്തു എഗെയിൻ ഒരു ഹൈ എടുക്കും, താഴത്തേക്ക് പോകും. ഇങ്ങനെ പ്രൈസ് താഴത്തേക്ക് പോകണം. ഈ ഒരു സ്ട്രക്ചർ എപ്പോഴാണ് ചേഞ്ച് ആകുന്നത് അതിനനുസരിച്ച് പ്രൈസ് മേലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് അഗെയിൻ നമുക്ക് പ്രൈസ് മേലേക്ക് പോയ ചില സിനാരിയോസുകൂടെ ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. പ്രൈസ് മേലേക്ക് പോയ ചില സിനാരിയോസ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, നമുക്ക് ഈ ഒരു സിനാരിയോ തന്നെ എടുക്കാം. പ്രൈസ് എങ്ങനെയാണ് മേലേക്ക് പോയത്, ഈ സെയിം സാധനം ലൈവ് മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ. ജസ്റ്റ് ഇത് ഇവിടുന്ന് ഹൈ എടുക്കുന്നു, ലോ എടുക്കുന്നു, ഹൈ ലോ അടുത്ത് പ്രൈസ് താഴത്തേക്ക് വരുന്നു, വീണ്ടും ഈ ലെവലിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നു, കയറി പോകുന്നു, വീണ്ടും ഈ ലെവലിൽ തന്നെ ബൈങ് പ്രഷർ വരുന്നു, ഈ ലെവൽ അതായത് ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു, താഴത്തേക്ക് വരുന്നു, അഗെയിൻ കയറുന്നു, ഹൈ എടുക്കുന്നു, ഈ ലെവൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നു, ഇവിടുന്ന് പ്രൈസ് കയറി പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെല്ലാം സ്പോട്ടിലാണ്. എങ്ങനെയാണ്, സ്പോട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ടുണ്ട്, സ്പോട്ടുണ്ട്, ഫ്യൂച്ചറുണ്ട്, ഫ്യൂച്ചറുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ബിറ്റ്കോയിൻ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യുക, ബൈ ഓർ സെല്ല്. നമുക്ക് എത്ര കാലം വേണമെങ്കിലും സ്പോട്ട് നമുക്ക് ബൈ ചെയ്തിടാം. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെയോ SBIയുടെയോ ഒരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങുന്ന പോലെ, നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു ബാർ വാങ്ങുന്ന പോലെ, അല്ലെങ്കിൽ സിൽവറിൻ്റെ ഒരു ബാർ വാങ്ങുന്ന പോലെ, അത് നമ്മൾ മേടിച്ച് അങ്ങ് നമ്മുടെ കസ്റ്റഡിയിൽ അങ്ങ് വെക്കുക. ഓക്കെ, നമുക്ക് അത് എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം അല്ലേ. ഒരു സ്വർണ്ണമാല അല്ലെങ്കിൽ സിൽവറിൻ്റെ ഒരു ബാർ അല്ലെങ്കിൽ സ്വർണ്ണം എന്തെങ്കിലും ഓർണമെൻറ്റ് എന്തെങ്കിലും നമുക്ക് വാങ്ങിച്ചാൽ നമുക്കത് എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യും. അതിനെയാണ് ബിറ്റ് കോയിനിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ സ്പോട്ട് എന്ന് പറയുന്നത്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് അതും കൊണ്ട് നമുക്ക് പറയാം. ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഫ്യൂച്ചർ ആകുമ്പോൾ ഒരു എക്സ്പയറി ഡേ ഉണ്ടാകും. എന്നാൽ ക്രിപ്റ്റോ മാർക്കറ്റിലെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എക്സ്പയറി ഇല്ല, അൺലിമിറ്റഡ്, അതായത് പെർപ്പച്വൽ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് പെർപ്പച്വൽ ഫ്യൂച്ചർ എന്നാണ് ക്രിപ്റ്റോ മാർക്കറ്റിലെ ഫ്യൂച്ചേഴ്സിനെ പറയുന്നത്. അപ്പം ഈ ഒരു പെർപ്പച്വലിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് എക്സ്പയറി ഇല്ല, നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്, പെർപ്പച്വൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ 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 പെർപ്പച്വൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട്. ഫ്യൂച്ചറിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു 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 ലിക്വിഡിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് ഈ ഒരു ചാർട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാൻ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലിവറേജ് അപ് ടു 200x ഒക്കെ നമുക്ക് ലിവറേജ് കിട്ടും. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ക്രിപ്റ്റോയിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 രൂപ ഉണ്ടെങ്കിൽ 5000-ൻ്റെ ഒക്കെ ലോട്ട് സൈസിലുള്ള 5000 രൂപയുടെ സൈസിലുള്ള പോർഷനൊക്കെ നമുക്ക് എടുക്കാനായിട്ട് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ 69,590 ബിറ്റ് കോയിന് ബൈ ചെയ്തെന്ന് വിചാരിക്കാം. നമ്മൾ ബൈ ചെയ്ത്, എന്നാൽ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ടാകും. ഫോർ എക്സാമ്പിളായിട്ട് ഈ ഒരു ലെവൽ നമുക്ക് എടുക്കാം. ഈ ഒരു ലെവലാണ് നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡറിൽ കാണിക്കും ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ ലിക്വിഡിറ്റി ഏരിയയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തേക്കുന്ന ക്യാപിറ്റൽ സീറോ ആയി പോകും. അങ്ങനെയാണ് നമ്മൾ ബൈ ചെയ്തൊരു ഏരിയ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ട്, നമ്മൾ ബൈ ചെയ്യുന്നു, ലിക്വിഡിറ്റി ഉണ്ട്. ഈ ലിക്വിഡിറ്റിക്ക് താഴത്തേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ സീറോ ആയി പോകും. എന്നാൽ സ്പോട്ടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ബൈ ചെയ്തിടുക, ഇപ്പം നമ്മളിവിടെ സ്പോട്ട് ബൈ ചെയ്തിട്ട് പ്രൈസ് കുറയുന്നുണ്ട്, അതിൻ്റെ പ്രൈസ് കുറയും. നമുക്ക് ഒരു എക്സ്പയറി ഇല്ല, നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര പ്രൈസിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം, അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു ഗോൾഡിനൊരു ബാർ വാങ്ങി വെച്ചു. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 lakh പ്ലസ് അല്ലെങ്കിൽ 110 ആണെന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ ഒരു ഓർമ്മയിൽ. 110 റുപ്പീസ് ആണെങ്കിൽ നാളെ അത് 120 ആകാം. എന്നാലും നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. 90,000 ആയാലും 50,000 ആയാലും നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ 10,000 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ക്രിപ്റ്റോ കറൻസിയിൽ സ്പോട്ട് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിച്ചു, നമുക്കൊരു എക്സ്പയറി ആയിട്ട് നമ്മൾ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ്. പ്രൈസ് എത്ര വേണമെങ്കിലും കയറിപ്പോയാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ എഗനസ്റ്റ് വരുമ്പോഴാണ് ഈ ലിക്വിഡിറ്റി പ്രശ്നമാണ്. പ്രൈസ് കയറി പോകണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പ്രശ്നമില്ല. എന്നാൽ നമുക്ക് ഫ്യൂച്ചർ വാങ്ങി നമുക്ക് സ്പോട്ട് പോലെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം സ്പോട്ടിനൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനൊരു പ്രശ്നമുണ്ട്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് റിവേഴ്സൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ സീറോ ആയി പോകും. സ്പോട്ട് ആണെങ്കിൽ എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ അവിടെ സീറോ ആയി പോകുന്നില്ല. നമ്മുടെ എഗനസ്റ്റ് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കത് അക്യുമുലേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്കത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് നമ്മുടെ എഗനസ്റ്റ് പോകണമെന്നാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തായാലും നമുക്ക്
കുറഞ്ഞ പ്രൈസിൽ ഇനി ബിറ്റ് കോയിൻ നമുക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ്. എല്ലാം പറയുന്നത് വളരെ സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് മനസ്സിലാക്കിക്കണം. കാരണം പലർക്കും പല കാര്യങ്ങളും അറിയാമായിരിക്കും. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് വരും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പം പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങളിത് പഠിക്കുകയുള്ളൂ. നമുക്കിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടെ തോന്നൽ വരും. എനിക്കിതറിയാം, മറ്റേതറിയാം, മറിച്ചതറിയാം എന്നൊക്കെ നമുക്ക് തോന്നൽ വരും. പക്ഷേ ലൈവ് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും നമുക്കത് ബെനിഫിറ്റ് തരുന്നില്ല. ഇനി നമുക്ക് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയാണ് കേട്ടോ ക്രിപ്റ്റോ നമുക്ക് വാങ്ങാനായിട്ടുള്ളത്. നമുക്ക് സ്റ്റോക്ക് വാങ്ങാനായിട്ടാണെങ്കിൽ നമുക്ക് എന്താണ്, ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ഇടാനായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ക്രിപ്റ്റോയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡാണ് മെയിനായിട്ടുള്ളത്. മൂന്നെണ്ണം ഉണ്ട്, അതിൽ നമുക്ക് രണ്ടെണ്ണം മെയിനായിട്ട് പറയാം. ഒന്ന് വാലറ്റ്, ഈ വാലറ്റ് തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് ഹാർഡ്വെയറും മറ്റൊന്ന് സോഫ്റ്റ്വെയറും. മറ്റൊന്നെന്ന് പറയുന്നത് എക്സ്ചേഞ്ചും. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ക്രിപ്റ്റോ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. വാലറ്റ് ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് ലീഗലായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ അനുസരിച്ച് FIU, ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിന് അപ്രൂവലുള്ള എക്സ്ചേഞ്ചുകളിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്രൂവൽ ഉള്ളത് ബൈനാൻസിനുണ്ട്. ബൈനാൻസ്, ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് സ്പോട്ട് വാങ്ങി ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഒന്ന് CoinDCX. ഇങ്ങനെ മെയിൻലി ഇതാണ് നമുക്ക് ക്രിപ്റ്റോ ചെയ്യാനായിട്ടുള്ള എക്സ്ചേഞ്ച്. ഇതിൽ നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് CoinDCX ആണ്. CoinDCXലാണ് നമുക്ക് ക്രിപ്റ്റോ ചെയ്യാനായിട്ട് എളുപ്പം. കാരണം നമുക്ക് INR ഡെപ്പോസിറ്റ് വിഡ്രോവൽ, നമ്മുടെ ഇരിക്കുന്ന ക്യാപിറ്റൽ നമുക്ക് അങ്ങോട്ട് കൊടുത്ത് നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാൻ പറ്റണം. അതേപോലെ തന്നെ നമുക്ക് ആ INR നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് നല്ലതെന്ന് പറയുന്നത് CoinDCX എന്ന് പറയുന്ന എക്സ്ചേഞ്ചാണ്. നമുക്ക് ഡയറക്റ്റ് GPay വഴി ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ, ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഒരു എക്സ്ചേഞ്ചാണ് ബൈനാൻസ് എന്ന് പറയുന്നത്. ബൈനാൻസിന് ഒരു നമുക്ക് സേഫാണ്. CoinDCXനെക്കാട്ടിലും സേഫാണ് ബൈനാൻസ്. പക്ഷേ ബൈനാൻസിലുള്ളൊരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഫണ്ട് ഡെപ്പോസിറ്റ് ആണ് മെയിൻലി ഒരു ഇഷ്യൂ. ബൈനാൻസിൽ നമുക്ക് ഡയറക്റ്റ് GPay വഴി നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ GPay, അല്ലെങ്കിൽ IMPS വഴി നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കവിടെ ചെയ്യാനായിട്ട് പറ്റുന്നത് P2P എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി. ഈ ബൈനാൻസ് തന്നെ P2P ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. P2P ഇത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിളായിട്ട് ഇത് ഞാനാന്ന് വിചാരിക്കുക, അപ്പുറത്തെ നിങ്ങൾ. എനിക്ക് INR വേണം, നിങ്ങൾക്ക് BTC വേണം. അപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് INR വേണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബിറ്റ് കോയിൻ എനിക്ക് വിറ്റ് INR ആക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ ഡയറക്റ്റ് ആയിരിക്കും ഡീല്. ഓക്കെ, നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ അക്കൗണ്ട് നമ്പർ തന്നിട്ട്, അല്ലെങ്കിൽ UPI ID തന്നിട്ട് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ബൈനാൻസിലുള്ള അയച്ചിട്ട് നിങ്ങൾ എനിക്ക് INR തരുന്നു, ഞാൻ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നു. അങ്ങനെ നമ്മൾ P2P വഴി, പിയേഴ്സ് ടു പിയർ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന അല്ലെങ്കിൽ വരുന്ന ഫണ്ട് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്ന ഫണ്ടാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരാൾ അയച്ചു തരുന്ന ഫണ്ട് അല്ലെങ്കിൽ ഫ്രോഡ് പരിപാടികളോ എന്തെങ്കിലുമൊക്കെ കേസൊക്കെ നടന്നിട്ടുള്ള ഫണ്ടാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് വരെ ഫ്രീസ് ആയിപ്പോകും. P2P ചെയ്യാനുള്ള മെയിൻ പ്രശ്നമാണ് അക്കൗണ്ട് ഫ്രീസിങ്. അതുകൊണ്ട് P2P ചെയ്യാനായിട്ട് ഞാൻ ഒരു കാരണവശാലും സജസ്റ്റ് ചെയ്തില്ല. നമുക്ക് ഇത്രയും ഈസി ആയിട്ടൊക്കെ പരിപാടിയൊക്കെ ചെയ്യാം. നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഫണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കാര്യമില്ല, ഞാൻ പിന്നൊന്നും പറയണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ചാണ് CoinDCX. CoinDCX FIൻ്റെ അപ്രൂവലുള്ളതാണ്. CoinDCX ഓപ്പൺ ചെയ്യുക, ഹോം പേജിലേക്ക് വരിക. ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ
റെക്കോർഡിങ്ങിന് ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ റെക്കോർഡിംഗ് ബട്ടൺ അമർത്തിയില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതായിരിക്കും ഒരു ഇൻ്റർഫേസ് വരുന്നത്. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, KYC, മൊബൈൽ നമ്പർ എല്ലാം കൊടുത്തിട്ട് വേണം നമുക്ക് എന്താണ് Coin26 അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് അന്ന് തന്നെ അക്കൗണ്ട് ആവും. അത്തരത്തിൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് വേണം ട്രേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, ബിസിനസ്, എബൌട്ട്, സപ്പോർട്ട്. നമുക്ക് ഇവിടെ ട്രേഡിൽ വരുവാണെങ്കിൽ നമുക്ക് കോയിൻസ് നമുക്ക് ട്രേഡ് ചെയ്യാം. ക്രിപ്റ്റോ ഫ്യൂച്ചറുണ്ട്, മാർജിനുണ്ട്, മാർക്കറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള API സർവീസ്, ഇങ്ങനെ പലതരത്തിലുള്ള സർവീസ് നമുക്ക് കൊടുക്കാനായിട്ട്. നമ്മളിവിടെ എടുക്കേണ്ടത് കോയിൻസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുക, ഈ ട്രേഡിൽ തന്നെ കോയിൻസ് ട്രേഡ്, കോയിൻസ് എടുക്കുക. അപ്പം നമ്മളൊരു അടുത്ത ഒരു ട്രേഡിങ്ങിൻ്റെ നെറ്റ് ഇത്തിരി സ്ലോ ആണല്ലോ. ഓക്കെ. നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂസിലേക്കായിരിക്കും നമുക്ക് വരിക. നമുക്കിവിടെ ഏതൊക്കെ കോയിൻസ് ആണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ETH എനിക്ക് വേണ്ട എതേറിയം നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ എതേറിയം ആഡായി. ഇനി നമുക്ക് ഇവിടെ ഇതേറിയം, BTC, USDT, നമുക്ക് ഏത് കോയിൻ വേണമെങ്കിലും ഉണ്ട്. ഇത്രയും കോയിൻസ് ഈ Coin26 ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിൻസാണ്. ഈ കോയിൻസിൻ്റെ എല്ലാം പ്രൈസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ബിറ്റ് കോയിൻ BTC ഉള്ളതാണ് ബിറ്റ് കോയിൻ. ഓക്കെ, BTC USDT. ഓക്കെ, BTC USDT എടുത്തു. ഓക്കെ, നമുക്ക് ഇപ്പം ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഓർഡർ ബുക്കാണ്, ഇവിടെ ബൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രൈസ്, സെല്ല് ചെയ്യുന്നത് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കോയിൻ വാലറ്റ് മുമ്പേ കുറച്ച് ഫണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു 724 രൂപ കാണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഡെമോ ചെയ്യാനായിട്ട് ചെയ്തതാണ്. നമുക്കിവിടെ ഓപ്പൺ ഓർഡർ വല്ലതും ഉണ്ടെങ്കിൽ ഓർഡർ ഹിസ്റ്ററി ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഇപ്പം നിലവിലുള്ള പോർട്ട്ഫോളിയോ കയറുന്ന ഇറങ്ങുന്ന നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ടഗർ 69 രൂപയുടെ കിടപ്പുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് ബൈ BTC. അതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് ഫണ്ട് ഡെപ്പോസിറ്റ് ആണ് കേട്ടോ. നമ്മൾ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റം വഴിയാണ് നമ്മൾ ഫണ്ട് പോർട്ട്ഫോളിയോ വരിക. ഇതിവിടെ കാണുന്ന പോർട്ട്ഫോളിയോ INR വാലറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ സിസ്റ്റം വഴിയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് IMPS ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ത്രൂ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 500 ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മൾ ഒരു 500 ഡെപ്പോസിറ്റ് ചെയ്യാൻ കണ്ടിന്യൂ ടു പേ ഇതുണ്ടോ. നമുക്കിവിടെ IMPS, നെഫ്റ്റ്, RTGS വഴി മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ഫോൺ ത്രൂ ആണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ. ഫോൺ ത്രൂ ആണ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GPay വഴി ചെയ്യാവുണ്ട്. മൊബൈൽ ത്രൂ നിങ്ങൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് Google Pay വഴി ഫണ്ട് അങ്ങ് ആഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ബിറ്റ് കോയിൻ ബൈ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്നും കൂടെ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഫണ്ടില്ല. ഞാൻ ഒന്നുകൂടെ ഫണ്ട് ആഡ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഞാൻ ഫോൺ ത്രൂ ആണ് ഫണ്ട് ആഡ് ചെയ്യുന്നത്. Coin26 എവിടെ? Coin26 എടുക്കുന്നു. ഡെപ്പോസിറ്റ് INR ഒരു 5000 വേണ്ട, ഒരു 500 നമുക്ക് ആഡ് ചെയ്യാം. 500 ആഡ് ചെയ്യുന്നു. GPay. ഓക്കെ, ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പോർട്ട്ഫോളിയോ എടുക്കുന്നു. INR വാലറ്റ് ഉണ്ട്. 507 രൂപ ഡെപ്പോസിറ്റ് ആണ്. ഇവിടെ നേരെ ട്രേഡിൽ വരിക, കോയിൻസ് എടുക്കുക. ഇവിടെ ബൈ BTC കൊടുക്കുക. നമുക്ക് ലിമിറ്റ് ഓർഡർ വേണം. നമുക്ക് ഏത് പ്രൈസിനാണ് ബൈ ചെയ്യേണ്ടത് അതിന് ബൈ ചെയ്യുക. ഞാനിപ്പോൾ മാർക്കറ്റ് ഓർഡർ എടുക്കുക. അപ്പം നമ്മുടെ ഈ ഇരിക്കുന്ന ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് ഈ ഒരു ട്രേഡ് ഡിപ്ലോയ് ചെയ്യണമെന്നാണ് ചോദ്യം. 50% വേണമെങ്കിൽ 50%, 100% വേണമെങ്കിൽ 100%. ഇതിൽ നമുക്ക് ഇവിടെ നമുക്ക് എത്ര രൂപ ചാർജസ് വരും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ UPI 495. Coin26 ചാർജ് എന്ന് പറയുന്നത് 2.146 ആണ്. GST 0.44 ആണ് GST വരുന്നത്. ഫീസ് നമുക്കിവിടെ കാണാം. ഞാനിപ്പോൾ ഒരു 50% ക്വാണ്ടിറ്റിയിൽ ബൈ ചെയ്യുന്നു. ബൈ BTC.
ഉണ്ടോ? ഓക്കെ. നമ്മുടെ ബി ടി സി നമുക്ക് ഇവിടെ ആഡായിട്ടുണ്ട്. ഇപ്പം 1307 ആണ് പോർട്ട്ഫോളിയോ വാല്യൂ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ വരിക, കോയിൻസ് വാലറ്റ്. അതായത് നമ്മളിപ്പോൾ ബൈ ചെയ്തിരിക്കുന്ന കോയിൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ കോയിൻസിൻ്റെ വാലറ്റി വരണം. നമ്മൾ ഫ്യൂച്ചർ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചർ വാലറ്റി വരണം. ഓപ്ഷൻസ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷൻ വാലറ്റി വരണം. INR ആണ് അറിയണമെങ്കിൽ INR വാലറ്റി വരണം. നമ്മൾ കോയിൻസിലാണ് വരുന്നത്. കോയിൻസ് എടുക്കുക. നമ്മുടെ സെക്ഷൻസ് കോയിൻസിലാണ്. നമ്മൾ കോയിൻസിൽ വരിക. നമ്മുടെ BTC ഇവിടെ ഏതൊക്കെയാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്ന കോയിൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ BTC നമുക്ക് ഇൻവെസ്റ്റഡ് എമൗണ്ട് 898 രൂപയാണ്. കറണ്ട് വാല്യൂ 968 രൂപ ആണ് നമുക്കിവിടെ കാണുന്നത്. എൻ്റെ കുറച്ച് USDT പഴയതാവട്ടെ കിടപ്പുണ്ട്. എൻ്റെ ഇൻവെസ്റ്റഡ് എമൗണ്ട്, കറണ്ട് വാല്യൂ എത്ര പെർസെൻറ്റേജാണ് അപ്പാണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഡോജ് ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അപ്പം ഇത്രയാണ് സിമ്പിൾ പരിപാടിയാണ്. ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സ്പോട്ട് വാലറ്റിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സ്പോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ കിടക്കുന്ന കോയിൻസിനെ നമുക്ക് കോയിൻസ് എടുത്തിട്ട് ഫ്യൂച്ചർ വാലറ്റ് ഓപ്ഷൻസിൻ്റെ വാലറ്റ് എങ്ങോട്ട് വേണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇതാണ് നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ക്രിപ്റ്റോ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇനി നമുക്ക് ഇനി നമുക്ക് സെൽ BTC കൂടെ നോക്കാം. സെൽ BTC കൊടുക്കുമ്പോൾ നമുക്ക് 50% BTC സെല്ല് ചെയ്യുന്നില്ല, കിടക്കട്ടെ. കാരണം നിങ്ങൾക്ക് ഇവിടെ സെല്ലിങ് ഉള്ള ഇതുണ്ട്. വൈകിട്ട് സെൽ ബി ടി സി കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ സെല്ല് ചെയ്യുന്നില്ല. ബൈ ചെയ്ത് അവിടെ തന്നെ കിടക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടികൾ. സിമ്പിളാണ്. നമുക്ക് INR വാലറ്റിലേക്ക് ഒന്നുകൂടെ വരാം. വിഡ്രോ ടു ബാങ്ക് നമുക്ക് കൊടുക്കാം. വിഡ്രോ ടു ബാങ്ക് വരുമ്പോൾ എൻ്റർ എമൗണ്ട്, കണ്ടിന്യൂ വിഡ്രോ, ഇത്രയും പരിപാടിയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല വിഡ്രോ ചെയ്യാനായിട്ട്. ഓക്കെ. വിഡ്രോ ടു ബാങ്ക് എമൗണ്ട് എത്രയാണ്? ഇപ്പോൾ എൻ്റെ വാലറ്റിൽ കിടക്കുന്നത് 259 രൂപയാണ്. ആ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. മിനിമം 100 ആണ് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ പരിപാടി. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങൾ വില കുറയാനായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, വില കുറയട്ടെ. നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ച് ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ചെയ്തു പോകാം.